ആശക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വിഷപ്പാമ്പുകളെ പറ്റിയും അവയുടെ കടിയേറ്റാൽ സ്വീകരിക്കേണ്ട മുൻകരുതലിനെ പറ്റിയും ലഭ്യമായ ചികിത്സയെപ്പറ്റിയുമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 100ഓളം തരത്തിലുള്ള പാമ്പുകളാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അതിൽ തന്നെ 10 തരത്തിലുള്ള പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. അതിൽ 5 എണ്ണം കടലിലും 5 എണ്ണം കരയിലുമാണ് കാണപ്പെടുന്നത്. കരയിൽ കാണുന്ന വിഷപ്പാമ്പുകൾ ഇവയാണ്: മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ട മണ്ഡലി, രാജവെമ്പാല. അതിൽ മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ട മണ്ഡലി എന്നിവയെ ബിഗ് 4 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപകടകാരികളായ ബിഗ് 4 വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളെ പോലെ ഉപദ്രവകാരിയല്ല രാജവെമ്പാല അഥവാ കിങ് കോബ്ര. മറ്റ് വിഷപ്പാമ്പുകളെ അപേക്ഷിച്ച് രാജവെമ്പാലയുടെ വിഷത്തിന് വീര്യവും കുറവാണ്. എന്നാൽ ഇതിൻ്റെ വിഷസഞ്ചിയിൽ 6 മുതൽ 7 മില്ലി വരെ വിഷമുണ്ടാകും. മറ്റു പാമ്പുകൾക്ക് ഇതിൻ്റെ 11 വിഷം മാത്രമേ സംഭരിക്കാൻ സാധിക്കൂ. മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹത്തെയാണ് രാജവെമ്പാലയുടെ വിഷം ബാധിക്കുക. വിഷത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ ഒരു കടിയേൽക്കുമ്പോൾ തന്നെ കൂടുതൽ വിഷം മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കും. നിമിഷ നേരത്തിനുള്ളിൽ ജീവൻ നഷ്ടപ്പെടാൻ ഇത് കാരണമാവുകയും ചെയ്യും. ബിഗ് 4 ഇനത്തിൽപ്പെട്ട പാമ്പുകളെയാണ് ഏറ്റവും അപകടകാരികളായി കണക്കാക്കപ്പെടുന്നത്. ഇവയ്ക്കുള്ള പ്രതിവിഷമാണ് പോളിവാലന്റ് ആൻറ്റിവെനം. അത് ഇപ്പോൾ ലഭ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങളും അപകടങ്ങളും ഉണ്ടായത് ഇവയുടെ കടിയേറ്റാണ്. കടിച്ച പാമ്പ് ഏതാണെന്നറിയാനും മറ്റും പലപ്പോഴും സാധിക്കാത്തതിനാൽ ഈ 4 ഇനം പാമ്പുകൾക്കും എതിരെ പ്രവർത്തിക്കുന്ന പ്രതിവിഷം മിശ്രിതമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. രക്തത്തിൽ കലർന്ന് ഒഴുകി നടക്കുന്ന വിഷത്തെ നിർവീര്യമാക്കാനേ ഈ പ്രതിവിഷത്തിന് കഴിയൂ. അവയവങ്ങളിൽ പ്രവേശിച്ച് പ്രവർത്തനം തുടങ്ങിയ വിഷയത്തെ നിർവീര്യമാക്കാനുള്ള കഴിവില്ല. അതിനാൽ കടിച്ച പാമ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സമയം കളയാതെ കടിയേറ്റയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. പാമ്പുകടിയേറ്റാൽ സുരക്ഷിതമായ അകലത്തിലേക്ക് സ്വയം മാറുക. നടക്കുകയോ ഓടുകയോ ചെയ്യരുത്. കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക. പാമ്പിനെ തിരിച്ചറിയാനും പിടിക്കാനുമായി സമയം കളയരുത്. എത്രയും പെട്ടെന്ന് സൗകര്യമുള്ള ആശുപത്രിയിലെത്തിക്കുക. ആശുപത്രിയിൽ പോകാനായി ഇരുചക്ര വാഹനമേ ഉള്ളുവെങ്കിൽ 2 പേർക്കിടയിൽ ഇരുത്തി മാത്രമേ കൊണ്ടുപോകാവൂ. മറ്റു വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ മലർത്തി കിടത്തി കൊണ്ടുപോകുന്നത് ഒഴിവാക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല: വിഷക്കല്ല് വയ്ക്കുക, പച്ചമരുന്ന് കഴിച്ച് നേരം കളയുക എന്നീ അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യരുത്. പാമ്പ് കടിച്ചാൽ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യരുത്. ചായയും കാപ്പിയും ഒഴിവാക്കണം. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയാൻ ശ്രമിക്കരുത്. അണലി വിഭാഗത്തിലുള്ള പാമ്പുകൾ കടിച്ചാൽ രക്തം കണ്ടുപിടിക്കാതെ മുറിവുണ്ടായ അതുവഴി ധാരാളം രക്തം നഷ്ടപ്പെടും. മുറിവിൽ നിന്ന് വായ കൊണ്ട് രക്തം വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. മുറിവിൽ ഐസ് ഉപയോഗിക്കാൻ പാടില്ല. പൊള്ളലേൽപ്പിക്കാനും പാടില്ല. പാമ്പുകളെ തിരിച്ചറിയാനും കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷ നൽകാനും സൗകര്യപ്രദമായുള്ള ആപ്പാണ് സ്നേക് പീഡിയ. ആൻറ്റിവെനം എവിടെയെല്ലാം ലഭിക്കും എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതിൽ ലഭ്യമാണ്. ഡോക്ടർമാരും ഗവേഷകരും ചേർന്ന് നിർമ്മിച്ച ആപ്പാണിത്. റെസ്ക്യൂ ഓപ്പറേഷനായി വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്പും ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുവാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻ ഓൾ പ്രസ് ചെയ്യുക. താങ്ക് യു.